ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നല്ലൊരു മൊമെൻറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ നമ്മുടെ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളും കൂടി കാണിക്കാം. എല്ലാ ദിവസവും കിച്ചൺ വ്ളോഗ്സെല്ലാം നിങ്ങൾ കാണുക. അപ്പോൾ ഒരുപാട് ആൾക്കാർ പറയാറുണ്ട്, നിങ്ങൾ താഴത്തെ മാത്രമല്ല കാണിക്കുന്നു, നമ്മളെ ഡൗൺ സ്റ്റെയർ മാത്രമല്ല അപ്പ് സ്റ്റെയർസും കൂടി നിങ്ങൾ കാണിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഏതായാലും കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് മേലേക്ക് കയറിയതാണ്. കുറേ ദിവസമായി മേലേക്ക് കയറിയിട്ട് എല്ലാവരും പറയാറുണ്ട് ഇങ്ങനെ വീട് നമ്മൾ 2 നിലകളിലായിട്ട് വെക്കുമ്പോൾ തീർച്ചയായിട്ടും മുകളിലെ നിലകൾ ഇങ്ങനെ കാലിയായിട്ട് വെറുതെ കിടപ്പായിരിക്കും എന്ന്. അത് പറഞ്ഞ പോലെ തന്നെയാണ്, മക്കൾ യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ ഞാൻ വന്ന് നോക്കാറില്ല, എല്ലാത്തിനും കൂടുതൽ സമയം കിട്ടാറില്ല. അപ്പോൾ ഞാൻ എപ്പോഴും അവരോട് മക്കളോട് പറയുന്നതാണ്, രാവിലെ എല്ലാ ഡോറും തുറന്ന് വെച്ച് ജനലൊക്കെ തുറന്ന് വെച്ച് ഒന്ന് ക്ലീൻ ആക്കി വെക്കണം എന്ന്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ആ ഡ്യൂട്ടി ഞാൻ ഏറ്റെടുത്തു. ഏതായാലും നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. പിന്നെ ഇവരുടെ 2 പേരുടെയും വാർഡ്രോബിൻ്റെ അകത്ത് എൻ്റെ പാത്രങ്ങളാണ് കേട്ടോ. അത് അന്ന് നമ്മൾ UAE നിന്ന് വന്നപ്പോൾ കൊറിയർ അയച്ചിട്ടുണ്ടായിരുന്നില്ല UAE നിന്ന്. അപ്പോൾ അതെല്ലാതും കൂടി നമ്മൾ യൂട്ടിലിറ്റിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂട്ടിലിറ്റിയിൽ നിന്ന് തൊട്ടടുത്തുള്ളത് ഈ 2 റൂംസാണ്. അപ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് അവരുടെ വാർഡ്രോബിലാണ് സാധനങ്ങൾ വെച്ചിട്ടുള്ളത്. ഇനി ഇതൊക്കെ നമ്മൾ കിച്ചണിലോട്ട് ഇറക്കണം, ഓരോ ഐറ്റംസും. ഞാൻ കുറേശ്ശെ കൊണ്ടുവന്ന് വെക്കുള്ളത് ഫുള്ളായിരുന്നു വാർഡ്രോബ് കേട്ടോ. അപ്പോൾ കുറേശ്ശെ താഴെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കും. എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് ഒരു ദിവസം എങ്ങനെയായാലും നടക്കില്ല. പിന്നെ നൈറ്റ് ഔട്ട് എടുത്തിട്ട് ഇതൊക്കെ ചെയ്യേണ്ടി വരും. അത് എന്നെക്കൊണ്ട് ഇപ്പോൾ പറ്റൂല. കുറേ ദിവസമായി ഇങ്ങനെ നടക്കുന്നത്. നമ്മൾ ഫ്ലാറ്റിൽ നിന്ന് കൊണ്ടുവന്ന സാധനമില്ലേ, അതും ഇപ്പോഴും അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അതിൽ കുറേശ്ശെ ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കുന്നതെന്നല്ലാണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ഇനി എന്നാണാവോ തീരാന്ന് എനിക്കൊരു പിടുത്തമില്ല. കാരണം എനിക്ക് എന്താ പറയുക, നമ്മൾ വീട്ടിലെ കാര്യങ്ങളും മക്കളെ കാര്യങ്ങളും അതുപോലെ പുറത്ത് ഓരോ ആവശ്യങ്ങളൊക്കെ ആയിട്ട് പോകാണ്ടാവും. എല്ലാം കൂടി ആകുമ്പോഴേ ഇതിനൊന്നും സമയം കിട്ടുന്നില്ല. ഇൻഷാ അല്ലാ ഒക്കെ സെറ്റാവും. എല്ലാവരും പറയാറുണ്ട്, ഒരു ജോലിയും ഇല്ലാണ്ട് നമ്മൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് തന്നെ ഇതൊന്നും നടക്കുന്നില്ല. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ നടക്കാമെന്നുള്ള കുറച്ച് കമൻറ്റ്സ് ഞാൻ കണ്ടു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരിക്കും. കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും ഞാനിവിടെ നിന്ന് സെറ്റ് ആവുക കേട്ടോ. വേണ്ട, ഏതും എടുക്കണ്ട കേട്ടോ. റൂയി ക്ലോസ് ചെയ്യും. റൂവിൻ്റെ കഴുത്തിലെന്താ? എടുക്കരുത്. റോസ് കരിയും. ഇപ്പം എടുക്കരുത്. ഞാൻ വേറെ സെറ്റ് ചെയ്ത് തരാം. ഇത് UAE നാഷണൽ ഡേന് അന്ന് ഇക്കാക്ക് ഓഫീസിൽ നിന്ന് കിട്ടിയ ഒരു ഗിഫ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ അന്ന് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കിച്ചൺ കൗണ്ടർ ഷെൽഫിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ UAE ഒരു ഓർമ്മയ്ക്കായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ചെറിയൊരു കപ്പും സോസറും. റീനുവിൻ്റെ കൈയാണ്. റീനു ബിഹൈൻഡ് ദ ക്യാമറ ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ റൂഹി മോള് പതിവ് പോലെ തന്നെ റോസുവിൻ്റെ ഷെൽഫും കണ്ടിട്ട് ഇങ്ങനെ കരഞ്ഞു നിൽക്കുന്നുണ്ട്. അതുപോലെ ആക്കി കൊടുക്കാൻ എനിക്ക് ഇവിടുന്ന് പുറത്ത് പോകാനുള്ള സമയം കിട്ടേണ്ടത്, ഇതൊന്ന് സെറ്റാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാ അവൾക്ക് ഇതേപോലെ സെറ്റാക്കി കൊടുക്കണം. കുറച്ച് കളർഫുൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇൻഷാ അല്ലാ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. അവൾ നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം പൊട്ടിക്കുന്നുണ്ട്, പക്ഷെ കരയുന്നില്ല, ചിരിക്കുന്നുണ്ട്. കണ്ണാടി നോക്കിയിട്ട് ഇങ്ങനെ കരയുന്ന പോലെ കാണിക്കുന്നൊക്കെ ഉണ്ട്. ഇതൊന്ന് വാങ്ങിച്ചു. അവൾ വിചാരം കരഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്നതാണ്. അപ്പോൾ എനിക്കിഷ്ടമല്ല ഇങ്ങനെ മറ്റുള്ളവരുടെ സാധനങ്ങൾ നമുക്ക് വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നത്. അവരവരുടെ സാധനങ്ങൾ അവരവരെടുക്കുക, അത്രയേ ഉള്ളൂ. ഇത് കണ്ടപ്പോഴാണ് എനിക്ക് വേറൊരു ഓർമ്മ വന്നത്. ഇപ്പോൾ എല്ലായിടത്തും ഈ പാമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വീടിനകത്ത് കയറി എന്നല്ലേ കേൾക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല എനിക്കിങ്ങനെ ഒരു സംഭവം വരും എന്നുള്ളത് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് മണ്ണെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കിച്ചൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് മണ്ണ് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ മണ്ണ് എടുക്കാൻ വേണ്ടി ചാക്കിലൊക്കെ മണ്ണാക്കിയിട്ടുണ്ട്. എനിക്കിങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വ്ളോഗിൽ, എനിക്കിങ്ങനെ കൃഷിപ്പണി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചെടികൾ കുഴിച്ചിടുന്നൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് മുളകും തൈ കുഴിച്ചിടാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ മണ്ണെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അത്യാവശ്യം മണ്ണൊക്കെ ദേഹത്തൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എടുത്തപ്പോഴേ അതിനുശേഷം ഞാൻ കുളിക്കാനൊക്കെ പോയതായിരുന്നു. പക്ഷേ ആ ഡ്രസ്സ് ഞാൻ കുടഞ്ഞില്ല. ആ ഡ്രസ്സ് എടുത്തിട്ട് ഞാൻ നമ്മളെ ലോണ്ട്രി ബാഗിൽ വെച്ചു.
റൂമിൻ്റെ അകത്ത് കേട്ടോ. അങ്ങനെ കയറിയതാണെന്ന് തോന്നുന്നു. കരിക്കുന്നന് കേട്ടോ. കരിക്കുന്നന് നമ്മൾ നിസ്സാരമാക്കി കളയും, പക്ഷേ അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളെ ദേഹത്ത് കയറി എങ്ങനെ ഉണ്ടാവും, അങ്ങനെ ഉണ്ട് ഈ ഒരു ഇഷ്യൂ. കാരണം ഞാനത് ബെഡിൽ വെച്ചു അറിയാണ്ട്, ഈ ലോണ്ട്രി ബാഗ്. അപ്പോൾ അതിൻ്റെ അതിന് കയറിയതാണെന്നു. ഭാഗ്യത്തിന് എൻ്റെ ദേഹത്ത് തന്നെയാണ് കയറിയത്. രാത്രി കിടക്കുന്ന സമയത്ത് എൻ്റെ കൂടെ റോസും ഉണ്ടായിരുന്നു കേട്ടോ. കിടക്കുന്ന സമയത്ത് എന്തോ ഒന്ന് കടിച്ച പോലെ, ഒരു 1:30ക്കാണ് ഞാൻ നീറ്റത്, എന്തോ ഒന്ന് കടിച്ച പോലെ. അപ്പോൾ നോക്കിയപ്പം എൻ്റെ പുറകെ കൂടെ കയറിയത്, പുറകെ കുത്തിയിട്ടുണ്ട്. നല്ല കടച്ചിലുണ്ട്, നല്ല പെയിനുണ്ട്. 2 ദിവസം പെയിൻ ഉണ്ടാവും എന്നാണ് പറഞ്ഞ് കേൾക്കുന്നത്. അപ്പോൾ ഇപ്പോഴും നല്ല പെയിനുണ്ട്. വേറെ ഒന്നും തേച്ചിട്ടൊന്നുമില്ല, അതങ്ങനെ മാറിക്കോളും എന്ന് പറഞ്ഞിരിക്കുക. പക്ഷേ എന്തിരുന്നാലും നമ്മളത് മക്കളുടെ ദേഹത്തായിരുന്നെങ്കിലോ നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോകുന്നൊരു കാര്യമല്ലേ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. എനിക്ക് വന്നപ്പോഴാണ് എനിക്കത് പറയണമെന്ന് തോന്നിയത്. ഡ്രസ്സൊക്കെ നന്നായിട്ട് കുടഞ്ഞെടുക്കുക. പുറത്ത് പോയിട്ട് നമ്മൾ എടുത്ത ഡ്രസ്സുകളൊക്കെ ലോണ്ട്രി ബാഗിൽ ഇടുമ്പോൾ കുടഞ്ഞിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. അത് എൻ്റെ അടുത്ത് പറ്റിയ മിസ്റ്റേക്കായിപ്പോയി. ഞാൻ അത്രയും ഒരു അഴുക്കിൽ പോയിട്ട് അതാക്കിയത് ലോണ്ട്രി ബാഗിൽ ഇടുമ്പോഴേ കുടഞ്ഞിട്ടിട്ട് അവിടെ നിന്ന് തന്നെ കുടഞ്ഞിട്ട് വേണം ഇടാൻ. നമ്മൾ കുളിക്കാൻ നേരം അകത്തുനിന്നല്ലേ കുളിച്ചത്, അപ്പോൾ കുളിക്കാൻ നേരം അതവിടെ ഇവിടെ വെക്കുന്നില്ലേ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് ഈ ഒരു മഴയുടെ സമയത്ത് കേട്ടോ. പിന്നെ ഇത് മുരിങ്ങൻ്റെ ഇലയാണ്. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ, അൽഹംദുലില്ലാ, കുഴപ്പങ്ങളൊന്നുമില്ല. വേദന എപ്പോഴും ഉണ്ട്. പുറത്താണ് കുത്തിയത്, വേദന ഉണ്ട്. വലിയ കരിക്കുന്നതിനാട്ടോ, തേളല്ല. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല എന്നാണ് ഉമ്മ പറഞ്ഞത്. പിന്നെ ഗൂഗിളിൽ നോക്കിയപ്പോൾ കരിക്കുന്നതിന് കാണുന്നത് തന്നെ വലിയൊരു നല്ലൊരു എന്തോ ഒരു ബർക്കത്ത് വരാനുള്ളൊരു സിംറ്റമാണെന്നൊക്കെ ചൈനീസ് ഇത് പ്രകാരമൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും സംഭവം അങ്ങനെ കുത്തിയിട്ടൊന്നും നമുക്കങ്ങനെ ബർക്കത്തൊന്നും വരണ്ട. അപ്പം മുരിങ്ങൻ്റെ ഇല ഇത് മൂത്ത നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുരിങ്ങൻ്റെ ഇല, ഇനി ചെറിയ നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചീരൻ്റെ ഇല. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ് ഐറ്റംസ് കേട്ടോ. അപ്പോൾ ഇന്ന് ഫുഡിൻ്റെ വീഡിയോ അധികം ഒന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം അതിനുള്ള നേരം കിട്ടിയില്ല. എനിക്കാണെങ്കിൽ പുറം വേദന ഇത് കുത്തിയതിന് ശേഷം അവിടെ പുറത്ത് നന്നായിട്ട് കുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാനാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീച്ച് എന്തോ ഒരു പെയിൻ വന്നപ്പോൾ നീറ്റതാണ്. ഭാഗ്യത്തിന് കുറഞ്ഞപ്പോൾ അത് വീണും ചെയ്തു. അത് ആ സീൻ ഞാൻ ഷോക്കായിപ്പോയി. എന്താ പറയുക, എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു അനുഭവം വരുന്നത്. ഡ്രസ്സിൻ്റെ കൂടെ കുടുങ്ങിയിട്ടേ അത് ഞാൻ ആദ്യം ആലോചിച്ചത് അത് എൻ്റെ കൂടെ റോസുണ്ട്, റോസിൻ്റെ ദേഹത്തൊക്കെ ആണെങ്കിൽ നമ്മൾ അറിയുന്നില്ലല്ലോ, മക്കളുടെ ആകുമ്പോൾ നമ്മൾ ടെൻഷനാവില്ലേ. എൻ്റേതായത് നന്നായി എന്ന് വിചാരിച്ചു ഞാനപ്പോൾ. അപ്പം ചീര, മുരിങ്ങൻ്റെ ഇല, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കൂട്ടാനുകൾ. പിന്നെ ചിക്കൻ ഫ്രൈ ആക്കാനുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ എന്താ, പിന്നെ എനിക്കിന്ന് ഒരു ഫംഗ്ഷന് പോകാനുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ചെറിയ നാത്തൂൻ വരുന്നുണ്ട്. വീട്ടിൽ വെറുതെ വന്നിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. പിന്നെ ഞങ്ങൾ പോകുന്ന സമയത്ത് ഉമ്മ നാത്തൂൻ്റെ അടുത്ത് നിൽക്കാമെന്ന് പറഞ്ഞു. തിരൂർക്ക് തന്നെ നമുക്കൊരു ഫംഗ്ഷന് പോകാനുള്ളത്. അപ്പം ഫംഗ്ഷൻ എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഡെൻ്റൽ ക്ലിനിക്കിൻ്റെ റീലോഞ്ചാണ്. മീൻസ് ഓൾറെഡി ഉണ്ട്, ക്ലിനിക്ക് ഓൾറെഡി ഉണ്ട്. അപ്പം അവരുടെ പുതിയൊരു എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ട് ഒന്നുകൂടി റീലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഫംഗ്ഷന് പോവുകയാണ് കേട്ടോ. അപ്പം ഞാനും മക്കളും ഒക്കെയും പോകുന്നുണ്ട്. ഉമ്മ അപ്പോൾ പറഞ്ഞു, ഉമ്മനോട് നമ്മളെ കൂടെ വരാൻ പറഞ്ഞാണ്. അപ്പോൾ ഉമ്മ പറഞ്ഞു, ഞാൻ നാത്തൂൻ്റെ കൂടെ നിന്നോളാം, തിരക്കിൽ എനിക്ക് വയ്യ നടക്കാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നാത്തൂൻ്റെ വീട്ടിൽ നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നാത്തൂന് ഈ വഴി വന്നപ്പം നമ്മൾ ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. എൻ്റെ ഡ്രസ്സ് കണ്ടോ, ഇത് നാത്തൂൻ്റെ മോളുടെ ഫംഗ്ഷന് കല്യാണത്തിന് എടുത്ത ഡ്രസ്സാണ് കേട്ടോ. ഓക്കെ, അപ്പം ഇതൊക്കെയാണ്. അപ്പം ഇനി നമുക്ക് വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് പറയാം. അപ്പം മിസിർ ഡെൻ്റൽ ക്ലിനിക്, വെറും മിസിർ ഡെൻ്റൽ ക്ലിനിക്കല്ല, ഡോക്ടർ ഫവാസ് മിസിർ ഡെൻ്റൽ ക്ലിനിക്കിൻ്റെ റീലോഞ്ചിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിന്ന് പോകുന്നത്. വേറൊരു സന്തോഷം കൂടി പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു തങ്ങളുടെ കൂടെ ഗസ്റ്റായിട്ട് ഇങ്ങനെ ഇനോഗ്രേഷന് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഗസ്റ്റ് മുനവ്വർ അലി ശിഹാബ് തങ്ങളായിരുന്നു. അപ്പം ആൾക്ക് പെട്ടെന്നൊരു ഫാമിലിയിൽ മരണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ മോനാണ് വന്നിട്ടുള്ളത്. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് ഇന്ന് ഇനോഗ്രേഷന് വന്നിട്ടുള്ളത് കേട്ടോ. ഇത് ഡോക്ടർ ഫവാസിൻ്റെ ഉമ്മയും പപ്പയും ആണ്. വൈകിട്ട് ഒരു 5 മണിക്കൊക്കെ ആയിരുന്നു ഇനോഗ്രേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനൊരു 4:45 ആകുമ്പോഴേക്കും എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ ഫവാസിൻ്റെ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നമുക്കറിയുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. കുറേ എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഫവാസ് എൻ്റെ ക്ലാസ്മേറ്റ് ആണല്ലോ, അപ്പം നമ്മളെ സ്കൂൾ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫ്ലാറ്റിലെ കുറച്ച് നെയ്ബേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ എൻ്റെ റിലേറ്റീവ്സും ഉണ്ടായിരുന്നു.
പിന്നെ ഫവാസിൻ്റെ റിലേറ്റീവ്സ് എല്ലാവരും അങ്ങനെ എല്ലാവരും വീഡിയോ കണ്ടിട്ട് അറിയാമെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. ഇവർ എൻ്റെ എളാപ്പൻ്റെ മോളുടെ നാത്തൂനാണ്. തിരൂർ MESൻ്റെ PTA മെമ്പേഴ്സിലുള്ള ആ ഒരു ഗ്രൂപ്പിലെ മെമ്പേഴ്സാണ് ഇവരെല്ലാവരും. അപ്പോൾ അങ്ങനെ ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കല്ലിങ്ങപ്പറമ്പ് സ്കൂളിലെ മനോജ് സാർ ഉണ്ടല്ലോ, അവരുണ്ട്. അവരെയും പരിചയപ്പെട്ടത് ഫവാസിൻ്റെ വൈഫാണ്. പിന്നെ ഇവർ വായതാത്ത ഞങ്ങളുടെ ഫ്ലാറ്റിലെ നെയ്ബറാണ്. അങ്ങനെ എല്ലാവരും ഉണ്ട് നമ്മുടെ ഇതിൽ. പിന്നെ എൻ്റെ കൂടെ ഇപ്പം നിൽക്കുന്നത് പ്രദീപ് പയ്യോളിയാണ്. അവർ മാതൃഭൂമിൻ്റെ ഒരു റിപ്പോർട്ടറാണ്. ഈ ഒരു ഫംഗ്ഷന് വന്നുകൊണ്ട് തന്നെ കുറേ ആൾക്കാരെ പരിചയപ്പെട്ടു. ഞാൻ അങ്ങനെ ഫംഗ്ഷൻസ് ഒന്നും പോകാറില്ല, നിങ്ങൾക്ക് അറിയാവുന്നല്ലേ. അപ്പം ശരിക്കും നമ്മളിങ്ങനെ ഒരു ഫംഗ്ഷനിൽ പോകുമ്പോൾ നമുക്ക് കുറേ ആൾക്കാരെ പരിചയപ്പെടാനും കുറേ സംസാരിക്കാനും ഒന്നുകൂടെ നമുക്കൊന്ന് എന്താ പറയുക, ആളുകളിലേക്ക് എത്താൻ പറ്റും. പക്ഷേ എനിക്ക് എന്തോ പല പല കാരണങ്ങളാൽ ഞാൻ ഫങ്ഷൻസ് മാക്സിമം ഒഴിവാക്കാറാണ്. ഇത് പിന്നെ ഫവാസ് അത്രയും നല്ല അടുത്തൊരു ഫ്രണ്ടായതുകൊണ്ട് ഞാൻ വന്നു, അത്രയേ ഉള്ളൂ. പിന്നെന്താ, ഫവാസിൻ്റെ വൈഫിൻ്റെ ഉമ്മിപ്പിയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. പിന്നെ മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ മോന് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വന്നിട്ടില്ല. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ നേരം കൊണ്ട് നമ്മുടെ ആ ഒരു എവിടെയാണ് റീലോഞ്ച് ചെയ്യുന്നത്, മീൻസ് ഇപ്പോൾ ഇനോഗ്രേഷൻ ഉണ്ടല്ലോ, ആ ഒരു ഭാഗമാണ് കേട്ടോ. ഇനിയിപ്പം ഇനോഗ്രേഷൻ കഴിഞ്ഞാൽ നമുക്കിത് നല്ലപോലെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് ആ ഒരു ഭാഗമാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ പല്ല് സംബന്ധമായിട്ടുള്ള എന്ത് ആവശ്യങ്ങൾക്കായിട്ടും അത് നമ്മളെ അലൈനേഴ്സ് ഇടുന്നതായിരിക്കട്ടെ, അലൈനേഴ്സൊക്കെ ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല്ല് സംബന്ധമായിട്ട് പല്ല് നിരയിലാക്കാനും അങ്ങനെ എല്ലാ ഇഷ്യൂസിനും റീനുവിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി റോസുവിൻ്റെ ഇവിടെ തന്നെ ചെയ്യാൻ പോകണം ഇൻഷാ അല്ലാ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വരാം. പിന്നെ തിരൂർ ഭാഗത്തുള്ളവർക്ക് മെസ്സിർ ഡെൻ്റൽ ക്ലിനിക്കിനെ പറ്റി ഞാൻ അധികം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ഇത് ഫവാസിൻ്റെ മോനും ഇപ്പോൾ മോളിപ്പോൾ വരും കേട്ടോ. മോനോട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഒന്ന് മുടി ഒന്ന് സ്റ്റൈലാക്കുമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ അവളതിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മോളുണ്ട് കേട്ടോ, അതാ മോളുമാണിത്, രണ്ടും മക്കളാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, താങ്ക് യു സോ മച്ച് ഫവാസ് ഫോർ ദി ഇൻവിറ്റേഷൻ. എനിക്ക് നല്ലൊരു സ്വീകരണമാണ് അവരുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുള്ളത്. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. മുഴുവനായിട്ട് കാണാൻ ഞാൻ ലൈവ് വോയിസ് ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതാ എന്നെ വിളിച്ചതാണ്, എവിടെ ഐഷ എന്ന് വെച്ചിട്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് ഓടി വരികയാണ്. നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ആൾക്കാർ, ഭയങ്കര ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് അവർ ഓർഗനൈസും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇവൻ്റ് തന്നെ നല്ല അടിപൊളി കളർഫുൾ ആയിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല അടിപൊളിയായിട്ട്, മീൻസ് റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഒരു ക്ലിനിക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരൂർ റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഒരു ക്ലിനിക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്രൗഡുണ്ട്, നല്ല രീതിയിൽ അവർ മാനേജും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇനോഗ്രേഷൻ്റെ സമയമാണ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ എടുത്തിട്ടുള്ളത് റീനോ, മീൻസ് റീനുവിന് അങ്ങനെ വല്ലാണ്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അവളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വീഡിയോസ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭംഗി ഒന്നും കാണിക്കാൻ പറ്റില്ല. കേർട്ടൻ റേസൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു മൊമെൻറ്റ്സ് ഒന്നും എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഒഫീഷ്യലായിട്ടുള്ള ലോഞ്ചിങ്, മീൻസ് ഇനോഗ്രേഷൻ, എനിക്ക് ശരിക്കും എന്തൊക്കെയോ പറയണമെന്നുണ്ട്. കാരണം അത്രയും നല്ലൊരു പ്രൗഡ് മൊമെൻ്റ് തന്നെയാണ് എനിക്കിത്. കാരണം എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ക്ലിനിക്കിൻ്റെ ഒരു ഇനോഗ്രേഷൻ്റെ ഗസ്റ്റായിട്ട് വരാൻ പറ്റുക, ഒരു ഫ്രണ്ടായിട്ടാണ് ഞാൻ വന്നിട്ടില്ലെങ്കിലും എനിക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളൊരു ഗസ്റ്റായിട്ടാണ്. അത്രയും നല്ലൊരു ട്രീറ്റാണ് ഫവാസിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയത്. ഇതൊക്കെ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ എടുക്കുന്നത്. പിന്നെ നമ്മളെ ശിഹാബ് തങ്ങളുടെ മോൻ്റെ കൂടെ ഗസ്റ്റായിട്ട് വരാൻ പറ്റുക, അതും വലിയൊരു ഭാഗ്യം തന്നെയല്ലേ. ഓക്കെ, സന്തോഷം, ഒരുപാട് സന്തോഷം. പിന്നെ കണ്ടല്ലോ നിങ്ങൾ ക്രൗഡ്, അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. പിന്നെ ദുആക്ക് ഉണ്ടായിരുന്നു. അതൊന്നും റീനുവിൻ്റെ അങ്ങനെ കാര്യമായിട്ട് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം റീനു അങ്ങനെ വല്ലാണ്ട് തിക്കി കുത്തി പോയിട്ട് വീഡിയോ എടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവൾ കുറച്ച് വിട്ടു നിന്നിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ബാക്കിയുള്ള മൊമെൻറ്റ്സൊക്കെ ഞാൻ ലൈവ് വോയിസ് ആയിട്ട് കൊടുക്കട്ടെ. ഇവിടെ ഒന്നും ലൈവ് വോയിസ് കൊടുക്കാത്ത വേറെ ഒന്നുമില്ല, നല്ല ബഹളം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ തങ്ങളുടെ മോൻ്റെ കൂടെ കുറച്ച് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കൂടെ കുറച്ച് നേരം സംസാരിക്കാനും പറ്റി. പിന്നെ കുറച്ച് നേരം അവിടെ നിന്നു. നമ്മൾ വൈകുന്നേരം 5 മണിക്കായിരുന്നല്ലോ ഫംഗ്ഷന്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് സമയത്തൊക്കെ ഫംഗ്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുവാണ്. പിന്നെ എൻ്റെ ക്ലാസ്മേറ്റ്സ്, വേറെയും 1-2 ക്ലാസ്മേറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. 2-3 ക്ലാസ്മേറ്റ്സ്, കൂടുതൽ പേരൊന്നുമില്ല കേട്ടോ. എന്നാലും നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും എൻ്റെ സ്കൂൾമേറ്റ് ക്ലാസ്മേറ്റ്സൊക്കെയാണ്. പിന്നെ ഇവരും എൻ്റെ ക്ലാസ്മേറ്റാണ്.
പിന്നെയും കുറേ ആൾക്കാർ അവിടുന്ന് നമ്മൾ ഐഷാസ് കിച്ചൺ റിലേറ്റഡ് വീഡിയോസ് കണ്ടിട്ടുള്ള പരിചയത്തിൽ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ പുറത്തുനിന്ന് ഒരാൾ എന്നോട് ചോദിച്ചിരുന്നു, എൻ്റെ വൈഫ് നിങ്ങളെ വീഡിയോസ് കാണാറുണ്ട്, മീൻസ് ഈ ഒരു പരിപാടിക്ക് വന്നതല്ല, പക്ഷേ അതുവഴി പോകുമ്പോഴേ നിങ്ങൾ ഐഷയല്ലേ വൈഫ് കാണാറുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം ആ വൈഫിനോടും അന്വേഷണം പറയാണ്. താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. ഇന്ന് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അതെല്ലാം എങ്ങനെ തരണം ചെയ്യുന്നു, എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നതിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കടന്നുപോയി മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ഒരു സക്സസ്സിലേക്ക് നമ്മൾ പോകുകയുള്ളൂ. ഇന്നത്തെ കാലത്ത് ഏറ്റവും അനുയോജ്യമായ സംവിധാനത്തോടു കൂടിയാണ് ഇതിവിടെ ഓപ്പൺ ആക്കിയിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചടങ്ങിൽ ഒരു ഇൻഫ്ലുവൻസർ നമ്മോടൊപ്പം കൊണ്ട് ഐഷ മാം ഏറെ സ്നേഹത്തോടെ മുന്നോട്ട് ക്ഷണിക്കുകയാണ്. മാം പ്ലീസ് ജോയിൻ വിത്ത് us and I'm very sure that she is going to speak with us. അപ്പോൾ നമുക്ക് വേണ്ടി എല്ലാവർക്കും ഒരു 2 വാക്ക് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് സംസാരിക്കുന്നതായിരിക്കും. മാം പ്ലീസ് ജസ്റ്റ് 2 words. അസ്സലാമു അലൈക്കും. ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു പ്രൗഡ് മൊമെൻ്റ് തന്നെയാണ്. ഷിയാബിന്റെ മോൻ്റെ കൂടെ എനിക്ക് ഗസ്റ്റായിട്ട് വരാൻ പറ്റിയതിൻ്റെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ എടുക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്, എൻ്റെ സ്കൂൾമേറ്റ്, എൻ്റെ ക്ലാസ്മേറ്റ് ഒരു പിങ്കിൻ്റെ ഇനോഗ്രേഷൻ്റെ ഭാഗം ഗസ്റ്റായിട്ട് വരാൻ പറ്റിയത് അതും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ എടുക്കുന്നത്. ഞാൻ കണ്ട ഫവാസിൽ നിന്ന് ഇന്നിപ്പം ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട്. ഡോക്ടർ ഫവാസായി എൻ്റെ ഫ്രണ്ട് ഈ ഒരു നിലയിൽ എത്തിയതിൽ വലിയ സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് പേരുകളിൽ എത്തട്ടെ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് മാം ഫോർ ബ്യൂട്ടിഫുൾ വേർഡ്സ്. സാറിനെ ഫവാസ് ഡോക്ടറുടെ വൈഫ് എന്നും സ്ട്രോങ് ആയിട്ട് കൂടെ ഉണ്ടായിട്ടുണ്ട്. ഡോക്ടർ സഫ്ല ഫവാസ് മാമിനെ നമ്മൾ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാണ്. ഒപ്പം തന്നെ ഫവാസ് ഡോക്ടറുടെ ഉമ്മേനെയും കൂടി ഞങ്ങൾ ഒന്ന് ഫ്രണ്ടിലേക്ക് വെൽക്കം ചെയ്യും. മാം പ്ലീസ് ജോയിൻ വിത്ത് us. രണ്ടുപേരും വൈഫും ഉമ്മയും ഉപ്പയും ആ ഒരു ഫാമിലി സപ്പോർട്ടൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഡോക്ടറിന് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇത്രയും ഉയർച്ചകളിലേക്ക് എത്തിയിരിക്കുന്നത്. എല്ലാവരും ഞാൻ ഈ സ്റ്റേജിൽ ഒരുമിച്ച് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്കൊന്ന് സ്റ്റേജിലേക്ക് കയറാം. വി ഹാവ് എ സ്റ്റേജ് ദെയർ. നമുക്കൊന്ന് സ്റ്റേജിലേക്ക് കയറാം. നമ്മുടെ തങ്ങളോട് ഒപ്പം തന്നെ ചീഫ് ഗസ്റ്റ് ആൻഡ് ഫാമിലി മെമ്പേഴ്സ് പ്ലീസ് ഒന്ന് സ്റ്റേജിലേക്ക്. താങ്ക് യു സർ ഫോർ യുവർ പ്രസൻസ്. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ഇൻഫ്ലുവൻസർ ഐഷ ഫർഹാന മാമിന് ഡോക്ടർ ഫവാസ് ടീമിന്റെ വകയുള്ള സ്നേഹസമ്മാനം കൈമാറുന്നതിന് വേണ്ടി ഡോക്ടറിന്റെ ഉമ്മയെ ക്ഷണിക്കുന്നു. മാം പ്ലീസ്. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഏറെ ബഹുമാനപ്പെട്ട ഐഷ മാമിനെ a small token of love from Mr. Dental Clinic. ഇത്രയും വർണ്ണ സഫലമായിട്ടുള്ളൊരു തുടക്കമാണ്. രണ്ടാളെ കൂടി ഞാൻ ഈ ഫ്രെയിമിലോട്ട് വിളിക്കേണ്ടതുണ്ട്. ജന്മം കൊണ്ട് 2 അനിയത്തിമാരുണ്ടെങ്കിൽ കൊണ്ടും കർമ്മം കൊണ്ട് 3 അനിയത്തിമാർ എനിക്കുണ്ട്. 3 ആൾ ഒന്നും കണ്ട് മേലേക്ക് കയറി വരിക. ഷെയ്ഖ വരണം, റാണി വരണം, സൈനു വരണം. എനിക്ക് 2-3 സിസ്റ്റേഴ്സ് ഉണ്ട്. അവരും കൂടി ഒന്ന് വേദിയിലേക്ക് വന്നാലാണ് ഇത് പൂർത്തീകരിയാവുള്ളൂ. യെസ്, ആ ഒരു ഫാമിലി കംപ്ലീറ്റ് സ്റ്റേജിലേക്ക് എത്തുകയാണ്. ഒരാളെ കൂടി ഉണ്ടല്ലോ, ഒരു അന്യത്തെ കൂടി ഉണ്ട്. അവിടെ എത്തിയിട്ടില്ല. എനിവേ താങ്ക് യു. ഞാനിവിടെ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഫ്ലോർ ഇവിടെ നിങ്ങൾക്ക് ഓപ്പൺ ആണ്. എന്നെ കാണാൻ വന്ന ആളുകൾ, എന്നെ വിഷ് ചെയ്യാൻ വന്ന ആളുകൾ എല്ലാവരും 2 വാക്ക് സംസാരിച്ചിട്ട് കഴിയുമെങ്കിൽ അങ്ങനെ വേണം പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തങ്ങളെ ഞാൻ എന്തായാലും റിലീവ് ചെയ്യാണ്. തങ്ങളെ തങ്ങളെ നമുക്ക് പറഞ്ഞയച്ചു കൊടുക്കല്ലേ. തങ്ങൾ കുറച്ച് നേരമായി നിൽക്കുന്നു. അതേപോലെ നമ്മുടെ ചീഫ് ഗസ്റ്റ് ഓഫ് ഓണർ ഐഷ ഫർഹാനെ നമ്മൾ പറഞ്ഞയക്കുകയാണ്. അപ്പോൾ റാഷിദ് സാറിനെ ഒന്ന് അക്കമ്പനി ചെയ്യും. സാർ ഫർഹാനെ. അങ്ങനെ പിന്നെ പോകാൻ നേരമാണ് നമ്മളെ സുരഭിലെ ഡോക്ടറെ കണ്ടിട്ടുള്ളത്. ആൾ നമ്മളെ MESലെ ഷാഫിയജിൻ്റെ മരുമോളാണ്. അതുപോലെ തന്നെ ഗസൽ ഇവൻറ്റ്സ് ആൻഡ് കാറ്ററേഴ്സിലെ ഗസൽ നമ്മളുടെ ഹൗസ് വാമിംഗ് ഫംഗ്ഷൻ കളർഫുള്ളാക്കിയ ആൾ. അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിലോട്ടുള്ള നാത്തൂൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. ഇനി എന്താണ് ഗിഫ്റ്റ് കിട്ടിയെന്ന് അറിയാൻ എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടാവും. ഞാനൊന്ന് കാണിച്ചു തരാം. ഇവിടെ ഇതിലേറെ ആകാംക്ഷ എൻ്റെ മോൾക്കാണ്, റോഹിക്ക്. അതിലെന്താണെന്ന് നോക്കിയിരിക്കുകയാണ് ആൾ. അപ്പോൾ എന്തായാലും തുറന്ന് നോക്കുകയാണ്. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ, അത് മറക്കണ്ട. ഏത്
തൊണ്ണൂക്കണ്ട കൊതിയത്തിയാണ് മിസ്റ്റർ ഡെന്റൽ ക്ലിനിക്. പല്ല് കാണിക്കാനുള്ള ഡോക്ടറാണ്. വേണ്ട. പിന്നെ എന്ത് ഈ മുട്ടായി തിന്നാൻ പറ്റില്ല, പല്ല് പൊട്ടിച്ചാട് തന്നെ. പല്ല് പൊട്ടിച്ച് തിന്നാൻ പറ്റില്ല. എന്ത് വേണ്ടതില്? എന്നിട്ട് ഫുള്ള് ഊയെടുത്തോ? സന്തോഷയാ? നല്ല സന്തോഷേ. എന്താ റൂയി എന്താ വരാ? നീ റൂയിക്ക് എത്ര പോലും ചോക്ലേറ്റ് കിട്ടിന്ന് റൂയി വന്നിരുന്നെങ്കിൽ എന്താ വരാ? നീ ഫുള്ള് എടുക്കാണ്. റോസും തരൂല പറഞ്ഞ.